أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واللائي يئسن من المحيض من نسائكم إن ارتبتم فعدتهن ثلاثة أشهر واللائي لم يحضن وأولاة الأحمال أجلهن أن يضعن حملهن ومن يتق الله يجعل له من أمره يسرا ذلك أمر الله أنزله إليكم ومن يتق الله يكفر عنه سيئاته ويعظم له أجرا أسكنوهن من حيث سكنتم من وجدكم ولا تضاروهن لتضيقوا عليهن وإن كن أولات حمل فأنفقوا عليهن حتى يضعن حملهن فإن أرضعن لكم فآتوهن أجورهن واغتمروا بينكم بالمعروف وإن تعاسرتم فسترضع له أخرى صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ത്വലാഖ് അഥവാ വിവാഹമോചനം, അതിൻ്റെ 4, 5, 6 ആയത്തുകളാണ് ഓതിയിട്ടുള്ളത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലായി യഇസ്ന മിനൽ മഹീദി മിൻ നിസാഇക്കും. വല്ലായി യഇസ്ന, ദുഃഖത്തിലുള്ള സ്ത്രീകൾ, മിനൽ മഹീദി, ആർത്തവവുമായി ബന്ധപ്പെട്ട, മിൻ നിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളിൽപ്പെട്ട, ഇനി ഇർത്തബ്തും, അവർ സംശയത്തിലാണ് എങ്കിൽ, നിങ്ങളുടെ കൂടെയുള്ള സ്ത്രീകൾ ആർത്തവത്തിൻ്റെ കാര്യത്തിൽ സംശയമുള്ള, കൃത്യതയില്ലാത്ത സ്ത്രീകളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എങ്കിൽ, ഫഇദ്ദത്തുഹുന്ന, അപ്പോൾ അവരുടെ ഇദ്ദ കണക്കാക്കേണ്ടത്, അവരുടെ ആർത്തവ സമയം കണക്കാക്കേണ്ടത് 3 അശ്ഹുരിൻ, 3 മാസമായിട്ടാണ്. അവരുടെ വിവാഹമോചനത്തിനുള്ള സമയം 3 മാസമായിട്ടാണ്, 3 ശുദ്ധികാലം എന്നതിന് പകരമായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. വല്ലായി ലം യഹിദ്ന, അതേപോലെ തന്നെ ഹൈദ് ഉണ്ടായിട്ടില്ലാത്ത, ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത സ്ത്രീകളുടെ കാര്യവും ഇതേപോലെ തന്നെ 3 മാസമായിട്ട് അവരുടെ ഇദ്ദ കാലഘട്ടം പരിഗണിക്കുന്നതാണ്. ഊലാത്തുൽ അഹ്മാലി, ഗർഭിണികളായ സ്ത്രീകൾ, അജലുഹുന്ന, അവരുടെ അവധി എന്ന് പറയുന്നത് അയ്യളൈന ഹംലഹുന്ന, അവരുടെ പ്രസവം നടക്കുന്നവരെയാണ്. ഗർഭിണികളായ സ്ത്രീകളുടെ ഇദ്ദ കാലഘട്ടം പരിഗണിക്കേണ്ടത് അവരുടെ പ്രസവം നടക്കുന്നത് വരെയാണ്. വമയ്യത്തഖില്ലാഹ, ആർ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചുവോ, യജ്അൽ ലഹു മിൻ അംരിഹി യുസ്ര, അള്ളാഹു അവൻ്റെ വിധിയിൽ അവൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അള്ളാഹു അവൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ദാലിക അംറുല്ലാഹ്, ഇതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അൻസലഹുലേക്കും, അവനത് നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയാകുന്നു ഇത്. അമയ്യത്തഖില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ യുകഫിർ അൻഹു സയ്യിആതിഹി, അവരുടെ തെറ്റുകളൊക്കെ അള്ളാഹു മായ്ച്ചു കളയും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അവരുടെ തെറ്റുകൾ അള്ളാഹു മായ്ച്ചു കളയും. വയുഅളിം ലഹു അജ്റ, അവന് മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യും. അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യും. അസ്കിനൂഹുന്ന, നിങ്ങൾ അവരെ താമസിപ്പിക്കണം. മിൻ ഹൈസു സക്കന്തും, നിങ്ങൾ താമസിക്കുന്നിടത്ത്.
നിങ്ങൾ താമസിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ അവരെയും താമസിപ്പിക്കണം. മീൻ വിജിതിക്കും, നിങ്ങളുടെ കഴിവനുസരിച്ച്, നിങ്ങൾക്ക് കിട്ടുന്ന സാമ്പത്തിക കഴിവനുസരിച്ചുകൊണ്ട് നിങ്ങൾ അവരെയും അതേപോലെ തന്നെ അവിടെ താമസിപ്പിക്കണം. വലാ തുളാറുഹുന, അവരെ ദ്രോഹിക്കരുത്. ലിയുളയ്യഖു അലൈഹിന, അവർക്ക് ഇടുക്കം ഏർപ്പെടുത്തിക്കൊണ്ട്, അവർക്ക് ഇടുക്കം നൽകിക്കൊണ്ട് അവരെ നിങ്ങൾ കഷ്ടപ്പെടുത്തരുത്, ബുദ്ധിമുട്ടിലാക്കരുത്. വൈൻ കുന്ന ഊലാത്തു ഹംലിൻ, ഇനി അവർ ഗർഭിണികളാണ് എങ്കിൽ ഫഅൻഫിഖു അലൈഹിന, നിങ്ങൾ അവർക്ക് ചെലവിന് കൊടുക്കണം. ഹത്തായ ളഅന, അവർ പ്രസവിക്കുന്നത് വരെ. അവർ ഗർഭിണികളാണെങ്കിൽ പ്രസവിക്കുന്നത് വരെ അവർക്ക് ചെലവിന് കൊടുക്കണം, അവർക്ക് സാമ്പത്തികമായി ചെലവ് വഹിക്കണം. വൈൻ അർലായനലക്കും, ഇനി നിങ്ങൾക്ക് വേണ്ടി അവർ മുല കൊടുക്കുന്നുണ്ടെങ്കിലോ, അവർ മുലപ്പാൽ കൊടുക്കുന്നുണ്ടെങ്കിലോ, ഫാത്തുഹുന്ന ഉജൂറഹുന്ന, അവർക്കതിനുള്ള പ്രതിഫലം നൽകണം, അവർക്കതിന് തക്ക കൂലി അവർക്ക് നൽകണം. വഅ്തമിറു ബൈനക്കും ബിൽ മഅറൂഫ്, നിങ്ങൾക്കിടയിൽ പരസ്പരം നിങ്ങൾ കൂടിയാലോചിച്ച് നീതിപൂർവ്വം തീരുമാനമെടുക്കണം. വഅ്തമിറു ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ കൂടിയാലോചനകൾ നടത്താൻ ബിൽ മഅറൂഫ്, വളരെ നല്ല നിലയിൽ നീതിപൂർവമായ കൂടിയാലോചനകൾ നിങ്ങൾ നടത്തണം. വൈൻ തആസർത്തും, ഇനി നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നുമെങ്കിൽ, നിങ്ങൾക്ക് പ്രയാസമായി തോന്നുമെങ്കിൽ, ഫസ യുർദിഉ ലഹു, ആ ആൾക്ക് വേണ്ടി, അവന് വേണ്ടിയിട്ട് മുല കൊടുക്കാൻ ഏർപ്പാടാക്കാം ഉഖ്റ, വേറെ ആരെങ്കിലും. ഈ സ്ത്രീക്ക് അഥവാ സ്വന്തം ഉമ്മക്ക് ഈ കുട്ടിക്ക് മുല കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അത് പ്രയാസമാണെങ്കിൽ മറ്റൊരാളെ മുല കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കാം എന്നർത്ഥം. ഇവിടെ മുലകുടിയുമായി ബന്ധപ്പെട്ട സംഗതികൾ സൂറത്തുൽ ബഖറയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയാത്ത ചില കാര്യങ്ങൾ കൂടിയാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കി കൊടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം, വല്ല ഈ യഈസ്ന മിനൽ മഹീദ് മിൻ നിസായിക്കും ഇൻ ഇർതബ്തും, പീരിയഡ്സ് അഥവാ ആർത്തവത്തിൻ്റെ സമയം അത് മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഒരു പ്രാവശ്യമുള്ളതല്ല, അടുത്ത പ്രാവശ്യം എന്ന രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി, അക്കാര്യത്തിൽ പ്രയാസമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇദ്ദ കണക്കാക്കാൻ ഒരു 3 ശുദ്ധികാലം എന്ന് പറയുമ്പോൾ അവർക്ക് വല്ലാത്ത പ്രയാസം. ആ ശുദ്ധികാലം എന്നതിന് പകരമായിട്ട് അവർക്ക്, അത്തരം ആളുകൾക്ക് കൃത്യമായി മാസമുറ ഇല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ 3 മാസം എന്ന് കരുതിയാൽ മതി. അവരുടെ ഈ ഇദ്ദാ കാലഘട്ടം എന്ന് പറയുന്നത് 3 മാസമായിട്ട് കണക്കാക്കും. അതേ കണക്ക് തന്നെയാണ് ഇതുവരെ ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ആർത്തവകാരിയായിട്ട് ആയിട്ടില്ല ഇതേവരെ, അല്ലെങ്കിൽ ആർത്തവം ഉണ്ടാവാത്ത സ്ത്രീയാണ് എങ്കിലും അവരുടേതും 3 മാസമായിട്ട് പരിഗണിക്കണം എന്നർത്ഥം. വല്ല ഇലം യഹിളൻ. പിന്നെ വഊലാത്തു അൽ-അഹ്മാൽ, വഊലാത്തുൽ അഹ്മാലി അജലുഹുന യളഅന ഹംലഹുന, ഗർഭിണികളായ സ്ത്രീകളാണെന്ന് അവരുടെ പ്രസവം എപ്പോഴാണോ കഴിയുക അതുവരെയാണ് നടത്തേണ്ടതെന്നർത്ഥം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് 3 മാസമാണോ നീണ്ട അവധി, അതല്ല ഈ മറ്റ് അവരുടെ ഈ പ്രസവം വരെ എന്നുള്ളതാണോ നീണ്ട അവധി എന്ന് നോക്കുക. ഇപ്പോൾ ഗർഭിണിയായി 1 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചു പോയി എന്ന് വിചാരിച്ചാൽ ബാക്കിയുള്ള 9 മാസത്തോളമുള്ള സമയം അത് മുഴുവൻ അവരുടെ ഭർത്താവിൻ്റെ ചിലവിൽ, ഈ പറഞ്ഞിട്ടുള്ള കുടുംബത്തിൻ്റെ ചിലവിൽ തന്നെ കഴിയേണ്ടതുണ്ട് എന്നർത്ഥം. അതല്ല, ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാരിസിൻ്റെ മകൾ സബ എന്ന് പറയുന്ന പെണ്ണ്, അവരുടെ ഭർത്താവ് മരിച്ചപ്പം 15 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് ഭർത്താവ് മരിച്ചിട്ട് 15 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ പ്രസവിക്കാനുണ്ടായത്. വെറും 15 ദിവസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് വേറെ വിവാഹം ചെയ്യാം. അപ്പോൾ ആ ഗർഭിണിയുടെ ഇദ്ദ എന്ന് പറയുന്നത് പ്രസവമാണ്, പ്രസവം വരെയാണ് എന്നതിന് കൂടുതൽ ഊന്നലുണ്ട് എന്നർത്ഥം. അമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹു അവൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. ദാലിക അംറുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്.
അൻസലഹുയിലേക്കും അള്ളാഹ് അൻസലഹുയിലേക്കും നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ള മയ്യത്തക്കില്ലാഹ യൊക്കഫിറൻ ഹുസയ്യാദി, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ കാലത്തുള്ള എന്തൊക്കെ തെറ്റുകളുണ്ട് അതൊക്കെ അള്ളാഹു മായ്ച്ചു കൊടുക്കും. അതുപോലെ തന്നെ വയുഅദില്ലഹു അജ്റ, ഒരു വലിയ പ്രതിഫലം, മഹത്തായ പ്രതിഫലം അള്ളാഹു നൽകുകയും ചെയ്യും. അപ്പോൾ പടച്ചവനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പടച്ചവൻ പറയുന്നതനുസരിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റ് കൊടുക്കുന്നു മാത്രമല്ല വലിയ പ്രതിഫലം ആ മനുഷ്യൻ അള്ളാഹു നൽകുകയും ചെയ്യും. എന്നിട്ട് ഈ സ്ത്രീകളെ എങ്ങനെയാണ് പുലർത്തേണ്ടതെന്നതിനെ സംബന്ധിച്ച് അസ്കിനൂഹുന്ന മിൻ ഹൈസു സക്കന്തും മിൻ ബുജുദിക്കും, നിങ്ങൾക്ക് എന്താണോ കഴിവുള്ളത്, സാമ്പത്തികമായി കഴിവുള്ളത്, ആ കഴിവനുസരിച്ചുകൊണ്ട് ഈ ആളുകളെ നിങ്ങളുടെ ആ ഭവനത്തിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ തന്നെ പോറ്റണം. വിവാഹമോചിതയാണ്, ഒരു പ്രാവശ്യം വിവാഹം ഒഴിവാക്കിയിട്ടുണ്ട് എന്നൊക്കെ ശരിയായിരിക്കും. എന്നാൽ പോലും ഇതാ കാലഘട്ടത്തിൽ അവർക്ക് മറ്റുള്ള സംഗതികളും ഒന്നും പാടില്ല എങ്കിലും അവർക്ക് അവരുടെ ജീവിക്കാനുള്ള പശ്ചാത്തലം, സ്ഥലം അതൊക്കെ ഒരുക്കി കൊടുക്കൽ അതേ വീടുകളിൽ തന്നെ, അവർ താമസിച്ച വീടുകളിൽ തന്നെ ആവാം. അതുപോലെ തന്നെ അവർക്ക് ഒരു ഇടുക്കുണ്ടാക്കരുത്, പ്രയാസം ഉണ്ടാക്കരുത്, ഇവിടെ ഒന്നും തിന്നാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാവരുത്, അത്യാവശ്യ സൗകര്യങ്ങൾ കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഗർഭിണിയാണെങ്കിൽ അവർ പ്രസവിക്കുന്ന സമയം വരെ, അതുപോലെ തന്നെ മുലയൂട്ടുന്ന സംഗതികൾ, മുലയൂട്ടുന്ന ഈ ഗർഭിണികൾ എന്ന് പറയുന്ന സംഗതി, ഗർഭിണിയാണ് ഒരു സ്ത്രീയെങ്കിൽ അവർക്ക് ആ ഗർഭകാലം അവർക്കും വയറ്റിലുള്ള കുട്ടിക്കും ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ സൗകര്യങ്ങളൊക്കെ തന്നെ ഭർത്താവിൻ്റെ വകയിൽ തന്നെ ഉണ്ടാവണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയാണ് യഥാർത്ഥത്തിൽ അവരുടെ ഈ മുലപ്പാൽ അവരുടെ ശരീരത്തിൽ അള്ളാഹു ഉണ്ടാക്കിയതാണെങ്കിലും അതിൻ്റെ മാലിക്ക്, അതിൻ്റെ ഉടമസ്ഥ എന്ന് പറയുന്നത് ആ സ്ത്രീയാണ്. സ്വന്തം കുട്ടിയാണ് എന്നതുകൊണ്ട് തന്നെ അവർക്ക്, അതുകൊണ്ടാണ് വഹ്തമിറു ബൈനക്കും ബിൽ മാറൂഫ് എന്ന് പറയുന്നത്, പരസ്പരം കൂടിയാലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ മാന്യമായ നിലയിൽ ചെയ്യണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ അതേസമയം ഇതിൻ്റെ ഉത്തരവാദിത്വം മുലപ്പാൽ കൊടുക്കുന്നു, മുലപ്പാൽ കൊടുക്കുകയാണെന്ന് വെച്ചാൽ അവർക്ക് പ്രതിഫലം വാങ്ങണമെങ്കിൽ അവർക്ക് പ്രതിഫലം വാങ്ങാവുന്നതാണ്. എൻ്റെ ഈ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാനുള്ള ഇത് എനിക്കില്ല, കാരണം സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും ബാക്കിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം, അതിനുള്ള പൈസ തരണം എന്ന് പറഞ്ഞിട്ട് വാങ്ങാനുള്ള ഇത് സ്ത്രീയെ സംബന്ധിച്ച്, കാരണം സ്ത്രീയാണ് അതിൻ്റെ ഉടമസ്ഥ എന്നർത്ഥം. അതേസമയം അവരുടെ കൂടി കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അവരെ നല്ല നിലക്ക് വളർത്താൻ കൂടിയാലോചന ഉള്ളൊരു സാധിക്കും വേണം. ഇനി ഒരു നിലക്കും അങ്ങനെ കൂടിയാലോചിച്ചിട്ടും ബാക്കി കാര്യത്തിലൊന്നും നടത്തി പോകാൻ കഴിയുന്നില്ല എങ്കിൽ മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി വേറെ ആളാക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നൊക്കെ മുലപ്പാലിന് പകരമായിട്ട് മറ്റു പല സംവിധാനങ്ങളുണ്ടല്ലോ, ആ രൂപത്തിലുള്ള പാലുകളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടി വരും. ഇത് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ, ഏതായാലും അതൊക്കെ തന്നെ പരസ്പര കൂടിയാലോചനയുടെ നല്ല നിലയിൽ കുട്ടിക്കും ഉമ്മക്കും പിതാവിനും ഒന്നും പ്രയാസമില്ലാത്ത രൂപത്തിൽ നല്ല നിലക്ക് കഴിയണം എന്നാണ് ഇസ്ലാം ആഹ്വാനം ചെയ്തത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ ഘട്ടത്തിലും സഹായിക്കട്ടെ. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.